ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കോമ്പോൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഗോതമ്പ് പൂരിയും ഒട്ടും എണ്ണ കുടിക്കാത്ത ഗോതമ്പ് പൂരിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ കൂടെ കഴിക്കാൻ മുട്ട കക്കത്തിലാക്കിയത്. ഇത് എത്ര പേര് കേട്ടിട്ടുണ്ട്? ഇതൊരു തലശ്ശേരി സ്പെഷ്യലാണ് കേട്ടോ. ഒരു പഴയകാല തലശ്ശേരി സ്പെഷ്യലാണ് മുട്ട കക്കത്തിലാക്കിയത്. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഈ മുട്ട കക്കത്തിലാക്കിയതും പൂരിയും, നല്ല സോഫ്റ്റ് പൂരിയും ഇതും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് വറ്റൽ മുളകൊന്ന് കുതിർത്ത് വെക്കാം. ഞാനിവിടെ ഒരു 5 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ കാശ്മീരി മുളകില്ലേ, അതുണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ എരിവുള്ള മുളകാണുള്ളത്. അത് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ടൈം കൊണ്ട് നമുക്ക് പൂരീൻ്റെ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 1 കപ്പ് എന്ന് പറയുമ്പം 2 കപ്പിൻ്റെ അളവാണിത്. 2 കപ്പാണ് ആ ഒരു കപ്പിൽ വരുന്നത്. അങ്ങനെ ഒന്ന് ഫുള്ളായിട്ടും പിന്നെ അതിൻ്റെ പകുതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അളവ് പാത്രമാണെങ്കിൽ 250 ml കപ്പിൽ 3 കപ്പായിട്ട് ഉണ്ടാവും കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വറുത്ത റവയൊന്നുമല്ല, നമ്മൾ വറുക്കാത്ത റവയാണ്. വറുത്തതും വറുക്കാത്തതായിട്ടുള്ള റവ ഇട്ട് കൊടുക്കാം. അപ്പം മേൽഭാഗം പൂരീൻ്റെ മേൽഭാഗം ഒരു ക്രിസ്പി ആയിട്ടുണ്ടാവും. ഉള്ളിൽ നല്ല ഗോതമ്പായതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പം റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് അതിലേക്ക് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുള്ള തൈരാണ്, അതൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു തൈരും കൂടി ചേർത്താൽ നമ്മൾ പൂരി നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതുപോലെ നല്ല സോഫ്റ്റും ഉണ്ടാവും. ഇതുവരെ ഇങ്ങനെ പൂരിയിൽ തൈര് ചേർക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. സാധാ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ 1.25 കപ്പിനടുത്തായിട്ട് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. ടോട്ടല് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അധികം ലൂസായിട്ട് കുഴച്ചെടുക്കരുത്. അപ്പോൾ നമുക്ക് പൂരി എണ്ണ കുടിച്ചു പോകും. കുറച്ചൊന്ന് ടൈറ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അധികം അങ്ങ് ടൈറ്റായി പോവുകയും ചെയ്യരുത്. ഇത് ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കണം കേട്ടോ. അധികം ലൂസായും ചെയ്യരുത്, ടൈറ്റായും ചെയ്യരുത്. ഈ ഒരു ഇത് കിട്ടുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്തത് ഞാൻ 2 നേരത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇത് ഒരുമിച്ചിട്ട് മാവ് കുഴച്ച് വെക്കുന്നതാണ്. അപ്പോൾ അതാണ് ഇത്രയും കൂടുതൽ പൊടി എടുത്തിട്ടുള്ളത്. ഇനി കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കുറച്ച് മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് രാത്രി ചപ്പാത്തി എല്ലാം ഉണ്ടാക്കിയിട്ടെടുക്കാം. സെയിം മാവ് കൊണ്ട് തന്നെ ആക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതുപോലെ നല്ല സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് മാവാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെറിയ ബോളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ പരത്താൻ ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്നില്ല. അതിന് പകരമായിട്ട് കുറച്ച് ഓയിലൊന്ന് ആ ഒരു കൗണ്ടർ ടോപ്പിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഉണ്ടോ ഇല്ലയോ എന്നുള്ള മനസ്സിലാവില്ല. ആ ഒരു രീതിയിൽ കൗണ്ടർ ടോപ്പിൽ ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പൊടി ഇട്ടിട്ട് പരത്തിയാലില്ലേ, നമ്മൾ പൂരി പൊരിക്കുമ്പോൾ ആ ഒരു എണ്ണയിലേക്ക് ആ ഒരു പൊടിയായിട്ട് ആ ഒരു എണ്ണേൻ്റെ അടിഭാഗത്തൊക്കെ ഇങ്ങനെ ഒരു അടിയിലൊരു കളറ് ചേഞ്ച് ആയിട്ടുണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓയിൽ പരത്തിയെടുക്കുന്നതാണെങ്കിൽ ആ ഒരു ഇതുണ്ടാവില്ല. നല്ല ഓയിൽ നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ മുഴുവനായിട്ടും പരത്തിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നല്ല തിന്നായിട്ടാണ് പരത്തിയെടുക്കുന്നത്. അധികം കട്ടി വേണ്ട. അധികം കട്ടിയായിട്ടുള്ള പൂരി ഇവിടെ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. ആ ടൈമിൽ ഞാൻ ഓയിൽ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടേനു. ഇനി അതിലേക്ക് പൂരി ഇട്ട് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം പൂരി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് പൂരി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കില്ല. പിന്നെ പൂരി പൊരിക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം സിമ്മിലാക്കാൻ പാടില്ല. കുറച്ചൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ പെട്ടെന്ന് തന്നെ കളറ് ചേഞ്ച് ആയിക്കോളും. നമ്മൾ ഗോതമ്പ് പൊടി ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളറും ചേഞ്ച് ആവും. ഇതേപോലെ വീർത്ത് വരുമ്പോൾ ഇങ്ങനെ എടുക്കുക. അപ്പുറം ഇപ്പുറം മറിച്ചിട്ടിട്ട് എല്ലാ പൂരിയും ഞാൻ ഇതേപോലെ പൊരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ല, ഞാൻ നല്ല തിന്നായിട്ടാണ് പൂരി പരത്തി എടുത്തിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചിലർ നല്ല കട്ടിയിൽ പൂരി പരത്തി എടുക്കുന്നത് കാണാറുണ്ട്. അതിലും എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇതേപോലെ നല്ല കട്ടി കുറഞ്ഞിട്ടുള്ള പൂരി ആയിരിക്കും കേട്ടോ.
അപ്പോൾ ഇതാ ഞാൻ എല്ലാ പൂരിയും പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ മുഴുവനായിട്ടും കാണിക്കുന്നില്ല. ഇനി അരിപ്പയിൽ പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല, എന്നാലും അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതാ പൂരി മുഴുവനായിട്ടും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. അപ്പം ഇതുവരെ ഈ ഒരു രീതിയിൽ റവയും തൈരൊന്നും ഇട്ടിട്ട് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഇനി നമുക്ക് നമ്മുടെ മുട്ടേൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം 3 വെളുത്തുള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അപ്പം 3 വെളുത്തുള്ളി 2 പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള മുളകില്ല, വറ്റൽ മുളക്, അത് കൂടി ആ ഒരു വെള്ളത്തോടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു മുളക് മാത്രം അരച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതാ സ്റ്റവ് ഓണാക്കിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 3/4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് ഒരു ടീസ്പൂണിൻ്റെ പകുതി ആയിട്ട് ഗീ ഇല്ല, അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ആ ഒരു ഗീൻ്റെയും വെളിച്ചെണ്ണേൻ്റെയും കൂടെ ആയിട്ട്. അപ്പം ഇങ്ങനെയാണ് സാധാരണയായിട്ട് ഉണ്ടാക്കാറുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു വറ്റൽ മുളകിൻ്റെ പേസ്റ്റ് ഇല്ല, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പം നിങ്ങൾ എന്തായാലും കാശ്മീരി മുളക് എടുത്താൽ മതി കേട്ടോ, അപ്പോൾ നല്ല കളറും ഉണ്ടാവും. അപ്പം എൻ്റെ കയ്യിൽ കാശ്മീരി മുളക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നല്ല എരിവുള്ള മുളക് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് 5 എടുത്തിട്ടുള്ളത്. അപ്പം കുറച്ച് കൂടുതലായിട്ട് കാശ്മീരി മുളകാണെങ്കിൽ ഒരു 7-8 എടുത്താൽ മതി, എരിവിനനുസരിച്ചിട്ട്. അപ്പം നല്ലൊരു കളറ് കിട്ടാനും വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കാശ്മീരി മുളകും ഈ എരിവുള്ള മുളകും മിക്സാക്കിയിട്ട് എടുക്കാം. ഇനി അതിലേക്ക് ഒരു മിക്സി കഴുകിയിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വറ്റി വരുന്ന ടൈമിൽ കുറച്ച് ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണിനടുത്തായിട്ട് ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാം കൂടി മിക്സാക്കി കൊടുക്കാൻ. ഇതൊന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മുടെ ഇതില്ല നല്ലൊരു കുഴമ്പ് രൂപമായിട്ട് ആ ഒരു വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒന്ന് തെളിഞ്ഞ് കാണും. ആ ഒരു ഇതുവരെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. ഇതേപോലെ ആയിട്ട് കിട്ടണം കേട്ടോ. ആ ഒരു നമ്മുടെ വറ്റൽ മുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് മാറിയിട്ട് നന്നായിട്ട് നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും കിട്ടണം. ആ ടൈമിൽ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതാ ഇതിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ ആ ഒരു ഗ്രേവി ആക്കി കൊടുക്കാൻ. നമ്മുടെ ഈ ഒരു ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ആ ഒരു വറ്റൽ മുളകിന് പകരമായിട്ട് കാശ്മീരി മുളക് എടുത്താൽ നല്ലൊരു കളറും ഉണ്ടാവും. പിന്നെ ഇതാ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒന്നും കൂടി ഇതൊന്ന് വറ്റിച്ചെടുക്കണം മുട്ട ഇട്ടതിന് ശേഷം. ഇതാ നമുക്ക് ഈ ഒരു രീതിയിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് കുറച്ച് നല്ല സ്പൈസി ആയിരിക്കും കേട്ടോ. അപ്പം സ്പൈസി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ പിന്നെ ബാജി കറിയെല്ലാം കഴിക്കാൻ പിന്നെ ഈ ഒരു മുട്ടൻ്റെ റെസിപ്പി സൈഡായിട്ട് കഴിക്കാം. അല്ലെങ്കിൽ പൂരിയും പിന്നെ ഈ ഒരു മുട്ട കക്കത്തിലാക്കിയതും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അതുപോലെ എൻ്റെ വീഡിയോ കൂടുതൽ കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.